കഥയെ ആരംഭിക്കുന്നത് മൈക്ക് ഫാലൻ എന്നു പേരുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആളൊരു അസാസിനായിരുന്നു. മൈക്കിന്റെ അന്നത്തെ ടാർഗറ്റ് ഒരു DJ ആണ്. പതിവ് പോലെ ആക്സിഡന്റ് എന്ന് തോന്നിക്കുന്ന തരത്തിൽ മൈക്ക് ആ കുറ്റകൃത്യവും നിർവഹിക്കും. ഗ്യാസ് കൊണ്ടുള്ള സ്ഫോടനമായിരുന്നു മൈക്ക് അതിനെ തിരഞ്ഞെടുത്തത്. മിഷൻ സക്സസ്ഫുള്ളായി മൈക്ക് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. ശേഷം തന്റെ ലക്ഷറി വീട്ടിലേക്ക് മൈക്ക് മടങ്ങുകയാണ്. യാഥാർത്ഥ്യത്തിൽ മൈക്ക് മുമ്പ് ഒരു ടീമിലെ അസാസിനായിരുന്നു. തന്റെ കോവർക്കേഴ്സിനെ കുറ്റബോധവും ചില വ്യക്തിപരമായ കാരണങ്ങളും കാരണം മൈക്കിനെ കൊല്ലേണ്ടി വന്നു. അതിനുശേഷം ലണ്ടൻ വിട്ട് മൈക്ക് മാൾട്ടയിലേക്ക് കുടിയേറിയതാണ്. ഹോളിഡേക്ക് വേണ്ടിയാണ് ആദ്യമായി മൈക്ക് മാൾട്ടയിലേക്ക് എത്തിയതെങ്കിലും അവിടെ ഫ്രീലാൻസ് അസാസിനായി വർക്കൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. യാത്രയ്ക്കൊടുവിൽ മൈക്ക് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേർന്നു. അക്കൗണ്ടിലേക്ക് പണം വന്നത് കണ്ട് മൈക്ക് സന്തോഷിച്ചു. പെട്ടെന്നാണ് വീട്ടിനുള്ളിൽ മാർഷൽ ആർട്സ് അറിയാവുന്ന ഒരു സ്ത്രീ മൈക്കിനെ ആക്രമിക്കാൻ എത്തുന്നത്. മൈക്ക് അവർക്കെതിരെ പൊരുതാൻ ആരംഭിച്ചു. ശക്തമായൊരു പോരാട്ടം നടന്നു. ഷിയു ലിങ് എന്നായിരുന്നു ആക്രമിക്കാനെത്തിയ പെണ്ണിന്റെ പേര്. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഷിയു ലിങ്ങിനു മുമ്പിൽ മൈക്ക് കീഴടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ഷിയു ലിങ് യാഥാർത്ഥ്യത്തിൽ മൈക്കിന്റെ ജീവനക്കാരിയാണ്. അസാസിൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനും ആക്രമണങ്ങളെ എതിരിടാനും വേണ്ടി അൺഎക്സ്പെക്റ്റഡായി തന്നെ ആക്രമിക്കാനും ഫൈറ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവാനും മൈക്ക് തന്നെ ഏർപ്പെടുത്തിയ വ്യക്തി. എന്നിരുന്നാലും അന്ന് മൈക്കിന്റെ വീട്ടിലെ കുറെ വസ്തുക്കൾ അവരുടെ പോരാട്ടത്തിൽ തകർന്നിരുന്നു. അതിന്റെ പേരിൽ മൈക്ക് ഷിയുലിങ്ങുമായി ചെറിയ വാക്കുതർക്കത്തിലേർപ്പെട്ടു. പക്ഷേ ഷുയിലിങ്ങിന് അതൊന്നും വിഷയമായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഷുയിലിങ് അതിഗംഭീര ഫൈറ്റർ തന്നെയാണ്. മാത്രമല്ല ഷുയിലിങ്ങിന് എപ്പോഴും വലിയ ദേഷ്യവുമാണ്. ഇമോഷൻസ് വെച്ച് ഷുയിലിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പം സാധിക്കും. അടുത്തൊരു ദിവസം മൈക്ക് രാത്രിയിൽ മാൾട്ടയിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് കഫേ ഗാർഡുകൾ ഒരാളെ തല്ലുന്ന കണ്ടു. മൈക്ക് നോക്കുമ്പോൾ അത് തന്റെ പരിചയക്കാരനും കൂട്ടുകാരനുമായിരുന്ന ഫ്രെഡാണ്. മൈക്ക് ഗാർഡുകളുടെ അടുത്തുനിന്ന് ഫ്രെഡിനെ രക്ഷപ്പെടുത്തി. ഫ്രെഡ് മൈക്കിന്റെ പഴയ ഓർഗനൈസേഷനിലെ ഒരു മെമ്പറായിരുന്നു. പിന്നാലെ ഫ്രെഡുമായി മൈക്ക് പോരുമ്പോ മൈക്ക് തന്നെ ഫ്രെഡിനോട് ഫ്രെഡ് എന്താ മാൾട്ടയിൽ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. വല്ല മിഷന്റെ ഭാഗവുമായിട്ടാണോ? നീ ഇപ്പോഴും പഴയ അസാസിൻ ഗ്രൂപ്പിലെ മെമ്പറല്ലേ? ഇനിയെങ്ങാൻ നമ്മുടെ പഴയ നേതാവ് ബിഗ് റേ എന്നെ കൊല്ലാൻ നിന്നെ പറഞ്ഞയച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഫ്രെഡ് ഉള്ള കാര്യം പറയുന്നത്. ബിഗ് റേയുടെ പഴയ അസാസിൻ ഗ്രൂപ്പ് തകർന്നിരുന്നു. പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കൊലപ്പെടുത്തിയിട്ടാണല്ലോ മൈക്ക് അവിടെ നിന്ന് പോന്നത്. അസാസിൻസ് ഒക്കെ പോയതോടെ ബിഗ് റേയുടെ ഓർഗനൈസേഷനെ ആരും ഹയർ ചെയ്യാതായെന്നും അതോടെ കടക്കിണിയിൽപ്പെട്ട് ഓർഗനൈസേഷൻ തകർന്നുപോയെന്നും ഫ്രെഡ് വ്യക്തമാക്കി. താനൊരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരുന്നെന്നും ഓൺലൈൻ വഴിയുള്ള പ്രണയബന്ധമായിരുന്നെന്നും അവൾ മാൾട്ടയിലാണുള്ളതെന്നും തന്റെ കയ്യിലെ കുറെ പണമൊക്കെ താൻ അവൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോ അവളെ പറ്റി ഒരു വിവരവുമില്ല. അവളെ അന്വേഷിച്ച താൻ മാൾട്ടയിലെത്തിയത് എന്നും ഫ്രെഡ് മൈക്കിനോട് പറയുകയാണ്. അത് കേട്ടതും ഫ്രെഡിന്റെ അവസ്ഥയിൽ മൈക്കിന് അവനോട് സഹതാപം തോന്നി. ഫ്രെഡിനെ ആ പെണ്ണ് കബളിപ്പിച്ചതാണ് എന്നായിരുന്നു മൈക്ക് പറഞ്ഞത്. പക്ഷേ ഫ്രെഡ് അങ്ങനൊന്നുമല്ലെന്നതിൽ ഉറച്ചു നിന്നു. എന്തായാലും തന്റെ ഫ്രണ്ട് ഫ്രെഡിനെ മൈക്ക് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് ഇരുവരും എത്തിയതും ഷൂലിംഗ് ചാടി വീണ് മൈക്കിനോട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മൈക്കും ഷൂലിങ്ങിനോട് ഫൈറ്റ് ചെയ്തു. ഇതിനിടയിൽ ഫ്രെഡുമായും ഷൂലിങ്ങിന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. ഒടുവിൽ മൈക്ക് തന്നെ പറഞ്ഞ് ഫൈറ്റ് അവസാനിപ്പിക്കുകയാണ്. പിന്നാലെ ഫ്രെഡിനടുക്കൽ നടക്കുന്ന കാര്യങ്ങളും ഷൂലിംഗ് ആരാണെന്നും മൈക്ക് വിശദീകരിച്ചു. മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഫ്രെഡിനോട് റെസ്റ്റ് എടുത്തോളാൻ മൈക്ക് പറഞ്ഞു. അടുത്ത ദിവസം തനിക്കൊരു മിഷൻ ഉണ്ടെന്നും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. മൈക്ക് തന്നെ സഹായിക്കുകയാണല്ലോ, അതുകൊണ്ട് പ്രത്യുപകാരമെന്ന രീതിയിൽ അസാസിനായ ഫ്രെഡും മൈക്കിനെ മൈക്കിന്റെ മിഷനിൽ സഹായിക്കാം എന്ന് പറയുകയാണ്. മൈക്കിനും അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രെഡും മൈക്കും കൂടി അടുത്ത മിഷനായി പുറപ്പെട്ടു. അവരുടെ ടാർഗറ്റ് വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഹൈ സെക്യൂരിറ്റി ഉള്ള അയാളുടെ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാത്ത വൃദ്ധൻ. ദൂരെ നിന്ന് മാനേജ് ചെയ്ത് അയാളെ കൊലപ്പെടുത്തണമായിരുന്നു. ആക്സിഡന്റായി തോന്നുകയും വേണം. മൈക്കും ഫ്രെഡും കൂടി പ്ലാൻ ചെയ്തു. അവിടെ ഒരു റോളിംഗ് ഷട്ടർ വീട്ടിലുണ്ട്. അത് ഹാക്ക് ചെയ്ത് പ്രവർത്തിപ്പിച്ച് ആ വൃദ്ധന്റെ തലയറ്റ് വീഴുന്ന തരത്തിലേക്ക് അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കുകയാണ്. മിഷൻ സക്സസ്ഫുള്ളായി നടന്നു. വേണ്ട പണവും കിട്ടി. ഫ്രെഡിന്റെ ടെക്നിക്കൽ സ്കില്ലുകളും മൈക്കിന്റെ ശാരീരിക കരുത്തും ബുദ്ധിയും ചേർന്നാൽ നല്ലൊരു ടീമായി വർക്ക് ചെയ്യാൻ സാധിക്കും എന്നവർ അതോടെ തിരിച്ചറിയുന്നു. അതിൽ പിന്നെ ഒന്നിച്ച് മിഷൻസ് ഏറ്റെടുത്ത് നടത്തുവാൻ അവരങ്ങ് തീരുമാനിച്ചു. അവരുടെ ടീം വർക്ക് കാരണം വളരെ പെട്ടെന്ന് തന്നെ അവരങ്ങ് പേരെടുക്കുകയാണ്. നിരവധി ക്ലയന്റുകളും അവരെ തേടി എത്താൻ ആരംഭിച്ചു. മൈക്കും ഫ്രെഡും കൂടി അവരുടേതായ ഒരു ലബോറട്ടറി വികസിപ്പിച്ചെടുത്തു. ഫ്രെഡ് അവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള ആയുധങ്ങളും മറ്റും ഡെവലപ്പ് ചെയ്യും. ഒരു ദിവസം അവർ അത്തരത്തിൽ ആക്സിഡന്റ് സാധ്യത ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കെ അവർക്ക് പുതിയൊരു ജോബ് ഓഫർ വന്നു. ടാർഗറ്റായി പറഞ്ഞിരുന്നത് മിസസ് സൂസർ എന്ന ഒരു മാഫിയ ബോസിനെയായിരുന്നു. മാൾട്ടയിലെ തന്നെ വലിയൊരു ഓർഗനൈസേഷന്റെ ഏറ്റവും പവർഫുള്ളായ ഒരു ബോസാണ് അവർ. ആരും തന്നെ അവർക്കെതിരെ നിൽക്കാറില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നമ്മളും പോകണ്ടെന്നും അവർക്ക് വേണ്ടെന്ന് വെക്കാമെന്നും മൈക്ക് തന്നെ ഫ്രെഡിനോട് പറഞ്ഞു. ഫ്രെഡിന്
ഫ്രെഡിനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് ലാബിൽ നിന്ന് വന്ന ശേഷം റിലാക്സായി മൈക്കും ഫ്രെഡും ഇരുന്ന് TV കാണാൻ ആരംഭിച്ചു. ഫ്രെഡാകട്ടെ തന്റെ ഗേൾഫ്രണ്ടിനെ പറ്റിയുള്ള വിവരങ്ങൾ അപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൂലിംഗ് അത് കണ്ടു. തന്റെ ഒരു ഫ്രണ്ട് ഇത്തരത്തിൽ ആളുകളെ കണ്ടുപിടിക്കുന്നതിൽ വിദഗ്ധനാണെന്നും ഫ്രെഡിനെ താൻ സഹായിക്കാം എന്നും ഷൂലിംഗ് ആ സമയം പറഞ്ഞു. വൈകാതെ മൈക്കിനും ഫ്രെഡിനും മറ്റൊരു ജോലി കൂടി വന്നെത്തി. ഇത്തവണ ടാർഗറ്റ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാള് വീട്ടിലെത്തി ഒരു ഡ്രിങ്ക് എടുക്കാനായി നിന്നതും പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ മുകൾ നിലയിലെ ബാത്ടബിന്റെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിരുന്നത് അയാളുടെ തലയിലേക്ക് വീഴ്ത്തി അയാളെ അവർ കൊലപ്പെടുത്തുകയാണ്. മിഷൻ സക്സസ് ആയെന്ന് കരുതി നിന്നതും പെട്ടെന്ന് ഇരുവരും ഇലക്ട്രിക്യൂട്ട് ചെയ്യപ്പെട്ടു. ഇരുവരും അബോധാവസ്ഥയിൽ വീണിരുന്നു. ബോധം തെളിയുമ്പോൾ അവർ ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരുന്നു. കുറെ ഗാർഡുകളും അവിടെ നിൽക്കുന്നുണ്ട്. അർമാൻഡോ എന്ന ഗാർഡ് മൈക്കിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വ്യക്തമാകുന്നത് അർമാൻഡോ മാഫിയ ബോസായ മിസസ് സൂസറിന്റെ ആളാണ്. അർമാൻഡോ മൈക്കിനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. മിസസ് സൂസറിനും മകനും നേരെ ആക്രമണം നടന്നിരുന്നു. അത് മൈക്കാണോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. മൈക്കല്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നാലെ മിസസ് സൂസർ തന്നെ അങ്ങോട്ടേക്ക് കടന്നു വന്നു. സൂസർ സംസാരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അവരുടെ അവസാന മിഷൻ മൈക്കിനെയും ഫ്രെഡിനെയും പിടികൂടാൻ മിസസ് സൂസർ ഇട്ട ചൂണ്ടയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന തന്റെ മകൻ ഡാൻഡയെ മിസസ് സൂസർ അവർക്ക് പരിചയപ്പെടുത്തി. കഴിഞ്ഞൊരു ദിവസം മിസസ് സൂസറിന്റെ മകൻ ഡോൻഡയെ അവനൊരു ഇടവഴിയിൽ നിന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കെ കൊലപ്പെടുത്താൻ ആരോ ശ്രമിച്ചിരുന്നു. CCTV ഫൂട്ടേജ് പരിശോധിച്ചപ്പോൾ മൈക്കിന്റെയും ഫ്രെഡിന്റെയും ആക്സിഡന്റ് രീതികൾ പോലായിരുന്നു ആ കൊലപാതക ശ്രമം കാണപ്പെട്ടത്. അവരാണോ അവനെ കൊലപ്പെടുത്താൻ നോക്കിയത് എന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരുന്നു മിസസ് സൂസർ അവരെ അങ്ങോട്ടേക്ക് ബന്ദികളാക്കി എത്തിച്ചിരുന്നത്. ഭാഗ്യവശാൽ ആക്രമണത്തിൽ ഡാൻഡെ രക്ഷപ്പെട്ടു. ഒക്കെ കേട്ടതും മൈക്കും ഫ്രെഡും തങ്ങളല്ലാതെ ചെയ്തതെന്നും തങ്ങളുടെ രീതിയിൽ അങ്ങനൊരു ആക്രമണമില്ലെന്നും സൂസറോട് പറയുകയാണ്. പിന്നാലെ സൂസറെയും മകനെയും കൊലപ്പെടുത്താൻ തങ്ങൾക്ക് വന്ന കൊട്ടേഷന്റെ കാര്യവും തങ്ങളത് ഏറ്റെടുക്കാത്ത കാര്യവും അവർ വിശദമായി പറഞ്ഞു. ഫ്രെഡിന്റെയും മൈക്കിന്റെയും വിശദീകരണം കേട്ട ശേഷം മിസസ് സൂസർ അത് വിശ്വസിച്ചു. പക്ഷേ അങ്ങനെ അവരെ അങ്ങ് വെറുതെ വിടാൻ മിസസ് സൂസർ ഒരുക്കമായിരുന്നില്ല. ഡാൻഡേക്ക് വധഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ തന്റെ മകനെ സംരക്ഷിക്കണമെന്നും ആ ഉത്തരവാദിത്തം മൈക്ക് ഏറ്റെടുക്കണമെന്നും ഡാൻഡയെ കൊല്ലാൻ വരുന്ന അസാസിൻസിനെയൊക്കെ മൈക്ക് വകവരുത്തണമെന്നും മിസസ് സൂസർ പറഞ്ഞു. ഫ്രെഡിനെ അതുവരേക്കും താൻ ബന്ദിയാക്കി നിർത്തും എന്നും മിസസ് സൂസർ കൂട്ടിച്ചേർത്തു. മൈക്ക് അതിനെ സമ്മതിച്ചില്ലെങ്കിൽ മിസസ് സൂസർ ഫ്രെഡിനെ കൊലപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്തതോടെ തന്റെ സുഹൃത്തിന്റെ ജീവനോർത്ത് മൈക്ക് സമ്മതിക്കുകയാണ്. പിന്നാലെ മിസസ് സൂസറിന്റെ ആളുകൾ മൈക്കിനെ കൊണ്ടുപോയി തെരുവിലേക്ക് എറിഞ്ഞു. ഫ്രെഡിനെ മിസസ് സൂസർ ബന്ദിയാക്കിയും വെച്ചു. ആരാണ് മിസസ് സൂസറിന്റെ മകനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് മൈക്ക് കണ്ടെത്തണമായിരുന്നു. അവിടെ നിന്ന് അടുത്തുള്ള ബാറിൽ പോയ മൈക്ക് അവിടെ വെച്ച് തന്റെ പഴയ മെന്ററും നേതാവും ഒക്കെയായിരുന്ന ബിഗ് റേയെ കാണുകയാണ്. ബിഗ് റേ യാഥാർത്ഥ്യത്തിൽ മൈക്കിനെ തേടി എത്തിയതായിരുന്നു. ഫ്രെഡിൽ നിന്നൊരു കത്ത് ബിഗ് റേക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടായിരുന്നു മൈക്കിനോടുള്ള പ്രതികാരം തീർക്കുവാൻ ബിഗ് റേ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. മൈക്ക് അസാസിൻ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവരെ കൊന്ന് കടന്നു കളഞ്ഞപ്പോ അതാണ് അസാസിൻ ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയതെന്നും തങ്ങളൊക്കെ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെട്ടതെന്നും ബിഗ് റേ ആരോപിച്ചു. അവിടെ വെച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഡാൻഡയെ കൊലപ്പെടുത്താനുള്ള മിഷൻ ഏറ്റെടുത്തത് താനാണ് എന്ന കാര്യവും ബിഗ് റേ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ മെന്റർ ആ മിഷനിൽ ഫെയിലായതോർത്ത മൈക്ക് അല്പം അതിശയിക്കുക കൂടി ചെയ്തു. ബിഗ് റേ മൈക്കിനോടുള്ള പ്രതികാര കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഫ്രെഡ് ബന്ദിയാണെന്ന കാര്യം മൈക്ക് ബിഗ് റേക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മൈക്കിനെ കൊന്ന് ഫ്രെഡിനെ നഷ്ടപ്പെടുത്താൻ ബിഗ് റേക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഡാൻഡയ്ക്കെതിരെയുള്ള അസാസിൻ ശ്രമങ്ങളെപ്പറ്റിയും ക്ലയന്റ് ഓഫർ ചെയ്തിരിക്കുന്ന വലിയ തുകയെപ്പറ്റിയും ബിഗ് റേ മൈക്കിനോട് പറഞ്ഞു. അതൊരു ഓപ്പൺ കോൺട്രാക്റ്റ് ആണെന്നും ആർക്ക് വേണമെങ്കിലും അത് എടുക്കാമെന്നും ഡാൻഡയുടെ സ്ഥാനം ഡാൻഡയുടെ സ്മാർട്ട് വാച്ച് ഹാക്ക് ചെയ്ത് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അയാൾ തന്നെ ഏവരെയും അറിയിക്കുന്നുമുണ്ട് എന്നും ബിഗ് റേ കൂട്ടിച്ചേർത്തു. ഫ്രെഡിന്റെ ജീവൻ അപകടത്തിലായതുകൊണ്ട് ബിഗ് റേയോട് പിന്മാറാൻ മൈക്ക് ആവശ്യപ്പെട്ടു. ബിഗ് റേ വ്യക്തമായ മറുപടി കൊടുത്തില്ല. ഡാൻഡയുടെ വാച്ചിൽ നിന്നും ക്ലയന്റ് ഡാൻഡയുടെ ലൊക്കേഷൻ മറ്റ് അസാസിൻസിനടക്കം നൽകുന്നുണ്ട് എന്നും മനസ്സിലാക്കിയ മൈക്ക് ഉടനടി ഡാൻഡയുള്ള ഇടത്തേക്ക് പോവുകയാണ്. ഡാൻഡയുടെ ഇടത്തേക്കെത്തിയ മൈക്ക് ഡാൻഡയുടെ സെക്യൂരിറ്റി ഗാർഡുകളോട് സ്മാർട്ട് വാച്ച് ഹാക്ക് ചെയ്യപ്പെട്ട കാര്യം പറയുകയും അത് നശിപ്പിച്ചു കളയാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഡാൻഡെ അതിന് തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. ആ വാച്ച് തനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞ് അത് നശിപ്പിക്കാതിരിക്കുവാൻ ഡാൻഡെ ഉറച്ചു നിന്നു. ബലം പ്രയോഗിച്ച് ഡാൻഡയുടെ സെക്യൂരിറ്റി ഗാർഡുകൾ അത് നടപ്പിലാക്കാൻ തുടങ്ങിയതും ഡാൻഡെ വാച്ചിന്റെ ഹെഡെടുത്ത് വിഴുങ്ങുകയാണ്. ഈ സമയം ഡാൻഡയുടെ ലൊക്കേഷൻ കിട്ടി അങ്ങോട്ടേക്ക് ഫ്രേയ എന്ന് പേരുള്ള ഒരു അസാസിൻ എത്തിച്ചേരുകയായിരുന്നു. മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഉള്ള മികച്ച ഗൺ ഫൈറ്റിംഗ് സ്കില്ലുകളുള്ള ഒരു അസാസിനാണ് ഫ്രേയ. ഡാൻഡയുടെ മുഴുവൻ സെക്യൂരിറ്റി ഗാർഡുകളെയും കൊന്നുതള്ളി ഫ്രേയ അത് പ്രൂവ് ചെയ്തു. പക്ഷേ മൈക്കിന് ഡാൻഡയുടെ ജീവൻ രക്ഷിച്ചേ മതിയാവുകയുള്ളൂവല്ലോ. മൈക്കും ഫ്രേയും തമ്മിൽ വലിയൊരു ഫൈറ്റിലേക്ക് കടക്കുന്നു. ഫൈറ്റിനിടയിൽ
രാത്രിയിൽ ഫ്രേയയോട് മടങ്ങിപ്പോവാൻ മൈക്ക് ആവശ്യപ്പെട്ടു. പക്ഷെ ഫ്രേയ ഒരുക്കമായിരുന്നില്ല. മുമ്പൊരിക്കൽ ഫ്രേയയുടെ ഒരു ടാർഗറ്റിനെ മൈക്ക് തട്ടിയെടുത്തിട്ടുള്ളതാണ്. വീണ്ടും ശക്തമായ പോരാട്ടം തുടർന്നു. ഫ്രേയ പലതരം തന്ത്രങ്ങൾ പ്രയോഗിച്ചെങ്കിലും മൈക്ക് കരുത്തോടെ എതിരിട്ട് ഒടുവിൽ ഫ്രേയയെ വകവരുത്തുകയാണ്. ഫ്രേയ കൊല്ലപ്പെട്ടപ്പോൾ അവളുടെ രക്തം ചീറ്റിത്തെറിച്ചത് ഡാൻഡിയുടെ ദേഹത്തേക്കായിരുന്നു. ഡാൻഡിയുമായി മൈക്ക് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. നടക്കുന്ന വിവരങ്ങൾ മിസസ് സൂസറോട് മൈക്ക് അറിയിച്ചു. ഡാൻഡിയെ സുരക്ഷിതമായി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിക്കാനായിരുന്നു സൂസറിന്റെ നിർദ്ദേശം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡാൻഡിയെ സ്മാർട്ട് വാച്ച് വിഴുങ്ങിയതുകൊണ്ട് ഡാൻഡിയുടെ ലൊക്കേഷൻ ഡാൻഡിയെ കൊല്ലാനായി പണം ആഗ്രഹിച്ചെത്തുന്ന എല്ലാ അസാസിൻസിനും കിട്ടും. ഡാൻഡിയുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. തനിക്ക് മറ്റൊന്നും അറിയണ്ട, ഡാൻഡി സുരക്ഷിതനായിരിക്കണം, ഇല്ലെങ്കിൽ ഫ്രെഡ് കൊല്ലപ്പെടും എന്ന് സൂസർ തറപ്പിച്ചു പറഞ്ഞു. മൈക്ക് അതോടെ ഡാൻഡിയെ അടുത്തുള്ള ഫാർമസിയിലേക്ക് കൊണ്ടുപോയി വയറിളക്കാനുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തു. എത്രയും വേഗം വയറിളകി വാച്ച് പുറത്തു വരാൻ വേണ്ടിയായിരുന്നു അത്. മറഞ്ഞു ഡാൻഡിയുമായി മൈക്ക് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ പിന്നാലെ അടുത്തൊരു അസാസിൻ അവരെ ആക്രമിക്കാനെത്തി. എൻഡി എന്നായിരുന്നു അയാളുടെ പേര്. ഗാനയിൽ നിന്നുള്ള ഒരു അസാസിനാണ് അയാൾ. മൈക്ക് അയാളുമായി ഏറ്റുമുട്ടി. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ലെങ്കിലും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അയാളെ മൈക്ക് വകവരുത്തി. ഡാൻഡിയെ സുരക്ഷിതമാക്കി നിർത്തുവാൻ ഒരിടം വേണമെന്ന് മൈക്കിന് അറിയാമായിരുന്നു. ഡാൻഡിയുമായി മൈക്ക് തന്റെ ബേസിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ഷൂലിങ്ങിനോട് സഹായം ചോദിച്ച് മൈക്ക് വിളിക്കുകയും അങ്ങോട്ടേക്കെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ ഇടത്തേക്ക് എത്തിയതും ഡാൻഡിയോട് ഒന്നുറങ്ങുവാൻ മൈക്ക് ആവശ്യപ്പെട്ടു. ദഹനമൊക്കെ വേഗത്തിൽ നടക്കട്ടെ, സ്മാർട്ട് വാച്ച് പുറത്തു വരട്ടെ എന്നതിനു വേണ്ടിയായിരുന്നു അത്. പക്ഷേ ഡാൻഡെ മൈക്കിനെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ മൈക്കിന് ഡാൻഡയെ ഒന്ന് നോക്കൌട്ട് ചെയ്യേണ്ട വന്നു. മറുവശത്താകട്ടെ ഫ്രെഡ് എപ്പോഴും മിസസ് സൂസറിന്റെ കസ്റ്റഡിയിലായിരുന്നു. ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ എന്ന് മൈക്ക് CCTVയിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഒരാൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കണ്ട് മൈക്ക് അല്പം പാനിക്കായി. പക്ഷേ എത്തിയത് മൈക്കിന്റെ അസിസ്റ്റന്റ് കൂടിയായ സ്യൂലിംഗ് ആയിരുന്നു. മൈക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ആദ്യമായിട്ടാണ് സ്യൂലിംഗ് വരുന്നത് പോലും. അവിടെ മുഴുവൻ സ്യൂലിംഗ് ചുറ്റിക്കണ്ടു. അവിടെ വെച്ച് മൈക്കിനെ പോലെ തനിക്കും ഒരു ഹിറ്റ്മാൻ ആകണം, മൈക്കിന്റെ കൂടെ കൂടണം എന്ന് സ്യൂലിംഗ് പറയുകയാണ്. അവരതിനെപ്പറ്റി അങ്ങനെ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് സൈലസ് എന്ന പേരുള്ള മറ്റൊരു അസാസിൻ കടന്നു വന്നു. അവർക്കെതിരെ അയാൾ തോക്ക് ചൂണ്ടി നിന്നു. തൊട്ടുപുറകെയായിരുന്നു അങ്ങോട്ടേക്ക് മറ്റൊരു വ്യത്യസ്തനായ അസാസിനും എത്തിച്ചേരുന്നത്. പോക്കോ എന്ന് വിളിക്കുന്ന ക്ലൗൺ കില്ലർ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു അയാൾ. ജോക്കറിന്റെ വേഷമൊക്കെയാണ് ധരിക്കുന്നതെങ്കിലും ആളൊരു ക്രൂരനായ കൊലപാതകിയാണ്. മാത്രമല്ല പോക്കോയ്ക്ക് വേദന അറിയുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്രൂരന്മാരായ കൊലപാതകികളിൽ ഒരാളായിട്ടാണ് പോക്കോ കാണപ്പെട്ടിരുന്നത്. പോക്കോ അവിടെ എത്തി കാണിക്കുന്ന ബിഹേവിയറിൽ സൈലസിന് വലിയ കോപം വന്നു. പോക്കോക്കെതിരെ സൈലസ് തിരിഞ്ഞു. പിന്നെ പറയണോ, ഒരവസരം കിട്ടിയതും പോക്കോ സൈലസിനെ തന്റെ വലിയ ചുറ്റിക കൊണ്ട് തന്നെ അടിച്ചു വീഴ്ത്തുകയാണ്. പിന്നാലെ ഓടിവന്ന് മൈക്കിനെയും ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. ഒരു സാധാരണ ഫൈറ്റായിരുന്നില്ല അവിടെ അരങ്ങേറിയത്. പോക്കോക്ക് വേദന അറിയാനേ സാധിക്കാത്തതിനാൽ അത്രമേൽ ക്രൂരമായ രീതിയിലായിരുന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത്. മറുവശത്ത് സ്യൂലിംഗ് സൈലസുമായി പോരടിച്ചു. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ സൈലസിന്റെ കഴുത്തിൽ ചങ്ങല കുരുക്കി സൈലസിനെ വകവരുത്താൻ സ്യൂലിംഗിന് കഴിഞ്ഞു. അപ്പോഴും പോക്കോയും മൈക്കും തമ്മിലുള്ള ഫൈറ്റ് അതിശക്തമായ രീതിയിൽ തുടരുകയായിരുന്നു. എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും പോക്കോ മൈക്കിനെതിരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ ഫ്രെഡ് ഉണ്ടാക്കിയ മോഡിഫൈഡ് ബാർബെൽ ഉപയോഗിച്ച് മൈക്ക് പോക്കോയെ കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം ഡാൻഡെയാകട്ടെ വയറുവേദന എടുത്ത നിലയിൽ ഞെട്ടി എഴുന്നേറ്റിരുന്നു. ലൂസ് മോഷൻ സംഭവിച്ചതും സ്മാർട്ട് വാച്ച് പുറത്തെത്തി. ഡാൻഡെ അതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു. മൈക്കും സ്യൂലിംഗും അല്പം ആശ്വസിച്ചു നിന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് മറ്റൊരു അസാസിൻ ചാടി വീണത്. ഒയോമി എന്ന് പേരുള്ള ഒരു നിഞ്ച അസാസിനായിരുന്നു അയാൾ. ഡാൻഡിയുടെ കഴുത്തിലേക്ക് അയാൾ കറ്റാന വെച്ചു. പക്ഷേ താഴെയുണ്ടായിരുന്ന സ്യൂലിംഗും മൈക്കും അയാളെ വെല്ലുവിളിക്കുകയാണ്. തന്റെ എതിരാളികളെ മറഞ്ഞിരുന്നും മറ്റും കൊല്ലുന്ന ഒരു രീതി ഒയോമിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൈക്കുമായി പോരടിക്കാൻ ഒയോമി തയ്യാറായി ചെല്ലുന്നു. ഒയോമിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആദ്യം സ്യൂലിംഗ് ഓടിയെടുത്തെങ്കിലും ഒറ്റ കിക്കിൽ സ്യൂലിംഗിനെ ഒയോമി ചവിട്ടിത്തെറിപ്പിച്ചിടുകയാണ്. പിന്നെ പറയണ്ടല്ലോ, മൈക്കും ഒയോമിയും തമ്മിൽ കനത്ത ഫൈറ്റ് അങ്ങ് ആരംഭിച്ചു. മികച്ച കഴിവുകളുള്ള ഒയോമിക്കെതിരെ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കൽ മൈക്കിനത്ര എളുപ്പമായിരുന്നില്ല. വീണെങ്കിലും മൈക്ക് എഴുന്നേറ്റ് വന്ന് ഒയോമിക്കെതിരെ ശക്തമായി പൊരുതാൻ തുടങ്ങി. മൈക്കിന്റെ ആക്രമണത്തിൽ ഒരു രക്ഷയുമില്ലെന്ന് കണ്ടതും ഒയോമി തന്റെ നേരവാ നേരപ്പോ എന്ന പരിപാടിയൊക്കെ നിർത്തി മൈക്കിനെതിരെ മോശമായ രീതിയിൽ കൂടി ഫൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. തന്റെ കറ്റാനയെടുത്ത് മൈക്കിനെ കുത്തുവാൻ ഒയോമി ചാടി വീഴാൻ തുടങ്ങിയതും ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് ഒയോമിയുടെ ജീവനെടുത്തു. അത് ബിക്രയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന ബിക്രെ നേരെ ഡാൻഡയുടെ അടുത്തേക്ക് ചെല്ലുകയും പണത്തിനായി ഡാൻഡയെ കൊലപ്പെടുത്താൻ തയ്യാറായി നിൽക്കുകയും ചെയ്തു. മൈക്ക് വേഗത്തിൽ അങ്ങോട്ടേക്ക് എത്തുകയും ബിക്രയോട് സംസാരിക്കുകയും ചെയ്തു. ബിക്രയുടെ ആ അവസ്ഥയ്ക്ക് മൈക്ക് മാപ്പ് ചോദിക്കുകയും
ഫ്രെഡിനെ രക്ഷപ്പെടുത്തണം എന്ന കാര്യം ബിഗ്രയെ ഓർമ്മപ്പെടുത്തുകയുമുണ്ടായി. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഡാന്റെയെ കൊല്ലുന്നതിൽ നിന്ന് ബിഗ്രെ പിന്മാറി ഒന്നിച്ച് ഡാന്റെയെ മിസ്സസ് സൂസറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഫ്രെഡിനെ മോചിപ്പിക്കാനും അവർ തീരുമാനിച്ചിരുന്നു. ഡാന്റെയുടെ വേഷമൊക്കെ ആകെ മോശമായതുകൊണ്ട് ഫ്രെഡിന്റെ ഒരു സ്യൂട്ട് ഡാന്റെയെ ധരിപ്പിച്ച് അവർ ഡാന്റെയുമായി നേരെ മിസ്സസ് സൂസർ പറഞ്ഞിടത്തേക്ക് പോവുകയാണ്. മിസ്സസ് സൂസറിന്റെ ഗാർഡുകളും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ഡാന്റെയെ കൈമാറി ഫ്രെഡിനെ അവർ സ്വീകരിച്ചു. മൈക്കിനോടും ഫ്രെഡിനോടും എത്രയും വേഗം ആ നഗരം തന്നെ വിട്ടു പോകണം എന്ന് മിസ്സസ് സൂസർ എടുത്തു പറയുകയും ചെയ്തു. ബിഗ്രെ ഇതേ സമയം കാറിന്റെ ഭാഗത്ത് തന്നെ നിൽക്കുകയായിരുന്നു. മൈക്കും ഫ്രെഡും ബിഗ്രയുടെ അടുത്തേക്ക് ചെന്നു. ഇതേ സമയം ബിഗ്രെ തന്റെ മൊബൈൽ ഫോൺ എടുത്തു. അതിലെ റിമോട്ട് കൺട്രോൾ ഓണാക്കി. ഡാന്റെ ധരിച്ചിരുന്ന സ്യൂട്ടിൽ ബിഗ്രെ അതിനോടകം സ്ഫോടക വസ്തു ഒളിപ്പിച്ചിരുന്നു. ഒട്ടും മടിക്കാതെ ബിഗ്രെ അത് ട്രിഗർ ചെയ്തു. പൊടുന്നനെ അവിടെ വലിയൊരു സ്ഫോടനം നടക്കുകയാണ്. സ്ഫോടനത്തിൽ ഡാന്റെയും ഡാന്റെയെ ചേർത്ത് പിടിച്ചിരുന്ന മിസ്സസ് സൂസറും അവരെ ചുറ്റിവരിഞ്ഞ് നിന്നിരുന്ന ഗാർഡുകളും ഒന്നടങ്കം കൊല്ലപ്പെടുകയാണ്. ഒക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. ബിഗ്രയ്ക്ക് ആവശ്യത്തിലധികം പണവും കിട്ടി. അങ്ങനെ ബിഗ്രയും മൈക്കും ഫ്രെഡും ഷൂലിനും ചേർന്ന് ഒരു ബാറിൽ മദ്യപിക്കാനിരിക്കുകയാണ്. അവിടെ ഫ്രെഡിന് വേണ്ടി ഷൂലിംഗ് ഒരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. ഫ്രെഡ് അത്ര നാളും അന്വേഷിച്ച് നടന്നിരുന്ന ഫ്രെഡിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു അത്. വലിയ തുക തന്നെ ഡാന്റെയെ കൊന്നതിന് കിട്ടിയതുകൊണ്ട് ഒക്കെ അവസാനിപ്പിച്ച് ലോകം ചുറ്റിക്കറങ്ങാൻ ബിഗ്രയും മൈക്കും തീരുമാനിച്ചു. അവരവരുടെ യാത്ര തുടങ്ങുന്നിടത്ത് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.